ഞാൻ ഷാരികയുടെ ഇന്റർവ്യൂ കാണാറുണ്ട്. പക്ഷെ അതിൽ പല ഇന്റർവ്യൂവിലും ഷാരിക ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സത്യം പറഞ്ഞ രണ്ടെണ്ണം പറയാൻ തന്നെയാണ് ഈ ഷോയിൽ വന്നത്. വീട്ടില്ല ഞാൻ. ഒറ്റ ചോദ്യം, ക്ലിയർ ആണ് ചോദ്യം. നിങ്ങൾ എന്തിനാണ് ആഷിയെ തല്ലിയത്? ആഷി വേറെ പെണ്ണിന്റെ കൂടെ പോയതിന് ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? എനിക്കൊന്ന് ലൈവ് ചെയ്യുന്ന സമയത്തും ജെസ്സിയുടെ മുഖത്തും ഇവിടെ കണ്ണിന്റെ തല്ലിയിട്ടുണ്ട്. വല്ലതും പറ്റിയോടാ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? പക്ഷെ ആഷിക്കായിരുന്നു പരിക്കുകൾ കൂടുതല്. ആള് മിടുക്കനായാലോ, ഇപ്പൊ പോലീസ് പോലും കണ്ടാ തിരിച്ചറിയില്ലോ. അണ്ണാടി നോക്കി ഞാൻ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന്. എനിക്ക് ഉമ്മയോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുണ്ട്, മോശം ഉമ്മയെ കുറിച്ച് മോശം സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു ചാനൽ ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ കാണി, അതുള്ളതാണോ? എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കും. ഞാൻ ഒരിക്കലും ആഷയുടെ ഉമ്മാനോട് മോശം സംസാരിച്ചിട്ടില്ല. ഞാൻ അതിൽ പറയുന്നത് ആഷയുടെ ഉമ്മ ഓൾറെഡി എന്നെ അതില് ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നാട്ടുകാര് പറയുന്നതിൽ കാര്യമുണ്ട്. പറയുന്ന ആ വോയിസിൽ തന്നെ ഉണ്ട്, കുണ്ട എന്നെ വിളിക്കണ്ട, നിങ്ങളെ വീട്ടില് വേറെ രണ്ടുപേരില്ലേ അവരെ പോയി വിളിക്കുന്ന ഞാൻ പറയുന്നത്. ചാറ്റുകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ വളരെ പേടിച്ചിട്ടാണ് എന്തോ നിങ്ങൾ തല്ലരുത് എന്നൊക്കെ പറയുന്ന ഒരു വോയിസ് ചാറ്റ് പുറത്തു. അത് എന്താണ്? അത് ഞാൻ എന്നോട് നുണ പറഞ്ഞു. സംശയരോഗമാണ്. അല്ല, അതിന് ഞാൻ ഗുളിക തരാം. അല്ല, എന്നോട് നുണ പറഞ്ഞിട്ട് ആ കുട്ടിനെ പോയി കണ്ടിട്ട് അത് സ്റ്റിൽ ഞാൻ ആ റിയൽ വീഡിയോ എനിക്ക് എന്റെ ഫ്രണ്ട് എടുത്ത് അയച്ചു തരികയാണ്. അപ്പൊ ഞാൻ ആഷിനോട് ചോദിച്ചു, നീ ഇന്ന് പോയി കണ്ടിരുന്നോ? അപ്പൊ ഓൻ പറഞ്ഞു, ഇല്ല കണ്ടിട്ടില്ല. അതെനിക്കിഷ്ടമില്ല. ഞാൻ തല്ലും. തല്ലാൻ അല്ല, ഞാൻ ഭയങ്കര കൂളാണ്. ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഭയങ്കര കൂളാ. ആഷിന് തല്ലിയതോ? നിങ്ങളല്ലേ ആദ്യം അടിക്കുന്നത്. കേറി നിങ്ങൾ തന്നെ പറഞ്ഞു, കാരണം കുറ്റി നോക്കി കൊടുത്തെന്ന്. I don't like your attitude. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. അയാൾക്ക് നമ്മളെ വേണ്ടാത്തോണ്ടല്ലേ ഇട്ടിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ അയാളെ തല്ലുന്നേ എന്ത് കാര്യത്തിന്? നമ്മളൊന്ന് കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അയാളെ ഇട്ടിട്ട് പോവുകയോ ചെയ്യുക. അതതിന്റെ മാന്യത. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയല്ല, കാരണം ഞാൻ അത്രമേൽ സ്നേഹിച്ച വ്യക്തിയാണ്. തുടക്കത്തിൽ കണ്ടാൽ രണ്ട് ബോയ്സ് ആയിട്ടല്ലേ തോന്നുള്ളൂ. സ്വാഭാവികമായിട്ടും അപ്പൊ നിങ്ങൾക്കൊരു ഗേ സെക്ഷുവാലിറ്റി ആയിരുന്നു അവിടെ? എവിടെ നിങ്ങൾ തമ്മിലുള്ള പ്രണയം? ഇല്ല, അത് ഞാൻ ആ സമയത്ത് എനിക്ക് എപ്പോഴോ എനിക്ക് ട്രാൻസ് ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ദുബായിൽ ആയതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് ആയി പോയത്. നിങ്ങൾ വന്നിരുന്നപ്പോ തന്നെ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഡീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്നൊരു അഹങ്കാരത്തോടുകൂടി എന്നോട് പറഞ്ഞു. എന്റെ ഒരു ഹോട്ട് സീറ്റിന് അല്ല, കാരണം ഇയാളെ ഇന്റർവ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് മറുപടി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം മുൻകൂട്ടി പറഞ്ഞത്. ഇയാളെ പേടിച്ചിട്ടൊന്നും. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും, ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ. എനിക്കെന്താ കൊമ്പുണ്ടോ? അല്ല, ഇയാൾ കൊമ്പുള്ളത് പോലെയാണ് ചില ഇന്റർവ്യൂ സംസാരിക്കുന്നത്. നിങ്ങളുടെ പേടി മറയ്ക്കാനാണ് നിങ്ങൾ അങ്ങനെ ഇൻട്രോ എന്റെ മുമ്പിൽ കൊണ്ട്. തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. എനിക്ക് ദേഷ്യം വന്നു. ഷാരിയുടെ ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞിട്ടാണ്